നമസ്കാരം. PSC ഈസി സക്സസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 025/2024 വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ. ഈ ചോദ്യപേപ്പറിലെ ഒരു ചോദ്യത്തിലെ ഉത്തരം പറഞ്ഞപ്പോൾ വന്നതിൻ്റെ ഒരു കറക്ഷൻ, ഒരു മിസ്റ്റേക്കാണ്. ആൻസർ കറക്റ്റാണെങ്കിലും ഫോർമുല പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് വന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കൂടി. ഒരു ഗോളത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ ഉപരിതല വിസ്തീർണം എത്ര വർദ്ധിക്കും? ഓപ്ഷൻസ് 50%, 300%, 200%, 400%. അപ്പോൾ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം അത് 4πr² ആണ് ഫോർമുല. അപ്പോൾ ആ വോളിയവുമായിട്ട് വ്യാപ്തവുമായിട്ടുള്ള ഫോർമുലയിലെ പോലെ /3 അവിടെ ഇട്ടു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെയല്ല, 4πr² ഇതാണ് ഫോർമുല, ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം. ഇനി ആരം ഈ r എന്നുള്ളത് 2r ആക്കി ഇരട്ടിയാക്കുന്നു എന്ന് പറയുമ്പോൾ റേഡിയസ് 2r ആക്കും. അപ്പോൾ പുതിയതായി വരും ആ സർഫസ് ഏരിയ എത്രയാകും എന്നുള്ളതാണ്. 2r ആക്കി കഴിയുമ്പോൾ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് 4π × 2r² ആകും. അപ്പോൾ ആദ്യം 4πr² ആയിരുന്നത് 4π × 2r², അതായത് 4π × 4r² = 16πr² ആണ് ഇപ്പോൾ പുതിയതായി കിട്ടിയ വിസ്തീർണം. അപ്പോൾ ഇതിൽ വന്ന വ്യത്യാസം എന്ന് പറയുമ്പോൾ 16πr² മൈനസ് 4πr². വ്യത്യാസം പുതിയതായി കിട്ടിയ 16πr² മൈനസ് 4πr² = 12πr². ഇനി 12πr² നമ്മൾ അതിൻ്റെ ശതമാനം അടിസ്ഥാനത്തിലാണ് കാണേണ്ടത്. അപ്പോൾ 12πr² ഡിവൈഡഡ് ബൈ ആദ്യമുണ്ടായിരുന്നത് 4πr² ആയിരുന്നു, അത് × 100. അപ്പോൾ πr² രണ്ടും ക്യാൻസൽ ആവുന്നു. 3 = 300%. അതാണ് നമ്മൾ പെർസെൻറ്റേജിൽ കാണുമ്പോൾ വരുന്നത്. ഉത്തരം 300%. ഓപ്ഷൻ ബി. ഇതാണ് ആ ഫോർമുല. സ്ഫിയർ ഗോളത്തിൻ്റെത് 4πr². സ്റ്റെപ്സ് ക്ലിയർ ആണല്ലോ അല്ലേ? ശതമാനത്തിൽ കാണുമ്പോൾ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ആദ്യം ഉണ്ടായിരുന്നത് 4πr², അത് × 100. താങ്ക് യു.